എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കർഷകർക്ക് വേണ്ടിയുള്ള കതിർ വെബ് പോർട്ടൽ വഴിയും മൊബൈൽ ആപ്ലിക്കേഷനും വഴിയും ചെയ്യാൻ കഴിയുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതാണ് കതിർ വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് മുകളിൽ ലോഗിൻ എന്ന ബട്ടൺ കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കും. ഇവിടെ ലോഗിൻ ആസ് എന്നുള്ളിടത്ത് നമ്മൾ ഫാർമർ സെലക്ട് ചെയ്യണം. തുടർന്ന് ഐഡിയും പാസ്വേഡും ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം. രജിസ്റ്റർ ചെയ്യേണ്ടുന്നവർക്ക് ഇവിടെ താഴെയായി രജിസ്റ്റർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം ഇവിടെ കാണുന്ന ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇവിടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ നമ്പരും മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് രജിസ്റ്ററിൽ പ്രസ് ചെയ്ത് പുതിയതായിട്ട് 2 പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ പാസ്വേഡ് കൊടുത്ത് നമുക്ക് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ്. ഇങ്ങനെ സബ്മിറ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കതിർ ID ഇവിടെ ലഭിക്കും. ഈ ID ഉപയോഗിച്ചും നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിലെ പ്രോസസ്സിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ ഇത്രത്തോളം സൗകര്യങ്ങൾ വെബ്സൈറ്റിലില്ലായിരുന്നു. അതേസമയം കതിർ ആപ്പ് വഴി നമുക്ക് ഇതേ പ്രോസസ്സ് തന്നെ കതിർ ആപ്പ് വഴിയും ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ചാനലിൽ ഇതിനോടകം ലഭ്യവുമാണ്. കതിർ ആപ്പ് വഴി ചെയ്യുന്ന പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലുമൊക്കെ കൊടുത്തിരിക്കാം. അതിനുശേഷം നമുക്ക് യൂസർ ID ആയിട്ട് ഇപ്പോൾ കതിർ ID ഉപയോഗിക്കാം. അല്ലെങ്കിൽ OTP ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാം. ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചും ലോഗിൻ ചെയ്യാം. ഇങ്ങനെ ലോഗിൻ ചെയ്ത് നമുക്ക് കതിർ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുമൊക്കെ സാധിക്കുന്നതാണ്. ഇങ്ങനെ ലോഗിൻ ചെയ്ത ശേഷം നമുക്കിവിടെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ വിളകളുടെ ക്രോപ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ എങ്ങനെ കൊടുക്കാമെന്ന് കതിർ ആപ്പ് വഴി ചെയ്യുന്ന വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. ആപ്പിലെ പ്രോസസ്സും വെബ്സൈറ്റിലെ പ്രോസസ്സും തമ്മിൽ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളും സബ്സിഡികളും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കതിർ ആപ്പും വെബ്സൈറ്റും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അഗ്രിസ്റ്റാക്ക് ആണ് ഉപയോഗിക്കുന്നത്. അഗ്രിസ്റ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യവുമാണ്. അതിൻ്റെയും ലിങ്കുകൾ കൊടുത്തിരിക്കാം. കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ലഭിച്ച ID ഉപയോഗിച്ച് വെബ്സൈറ്റിലും നമുക്ക് ലോഗിൻ ചെയ്യുവാനും ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും ഒക്കെ സാധിക്കും. പക്ഷേ നിങ്ങൾ വളരെ നേരത്തെ ആപ്പ് ഉപയോഗിച്ചൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് യൂസർ ID മറന്നു പോയിട്ടുണ്ടാകും. അതുപോലെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടാകും. അതൊക്കെ റീസെറ്റ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്ത് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. കതിർ ID മറന്നു പോയിട്ടുള്ളവർക്ക് ഇവിടെ ലോഗിനിൽ പ്രസ് ചെയ്ത ശേഷം ഇവിടെ ഗെറ്റ് യൂസർ ID എന്നൊരു ലിങ്ക് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉപയോഗിച്ച മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഷോ യൂസർ IDയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ തൊട്ട് താഴെ യൂസർ ID ലഭിക്കും. ഇവിടെ ഇപ്പോൾ 2 എണ്ണം വന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയെന്നുള്ളത് നോക്കിയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അവിടെയുള്ള കോപ്പി ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ സെറ്റ് റീസെറ്റ് പാസ്വേഡ് എന്നുണ്ടാകും. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം നമുക്കിപ്പോൾ ലഭിച്ച കതിർ ID ആ യൂസർ ID അവിടെ കൊടുത്ത് സെൻഡ് OTP കൊടുത്ത് അങ്ങനെ OTP നമ്മളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കായിരിക്കും വരുന്നത്. ആ OTP അവിടെ കൊടുത്ത് വെരിഫൈ കൊടുത്ത് നമുക്ക് പുതിയൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള പാസ്വേഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ ഒരു സർവേ പങ്കെടുക്കാനുള്ള പോപ്പപ്പ് വിൻഡോ വരും. ടേക്ക് സർവേയിൽ പ്രസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആ സർവേയിൽ പങ്കെടുക്കാം. നിർബന്ധമില്ല. ആവശ്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ഫോം സർവേ ആണ്. അതിനുശേഷം നമ്മൾ ആ സെൻറ്റർ ഭാഗത്തായിട്ട് ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യൂ ID കാർഡ് സ്റ്റാറ്റസ് എന്ന് നമുക്കവിടെ കാണാം. അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ID കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇത് പ്ലോട്ട് ഡീറ്റെയിൽസും അതേപോലെ ക്രോപ്പ് ഡീറ്റെയിൽസും കൊടുക്കാത്തത് കൊണ്ട് റിജക്റ്റ് ആയിരിക്കുകയാണ്. റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ക്രോപ്പ് ഡീറ്റെയിൽസും
അതുപോലെ തന്നെ പ്ലോട്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഖദർ ആപ്പ് വഴി ചെയ്യുന്ന വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതുവഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്നാൽ കുറച്ചുകൂടി സൗകര്യപ്രദം ആപ്പ് വഴി ചെയ്യുന്നതാണ്. ഫോട്ടോ എടുത്ത് ലൈവ് ജിയോ ടാഗൊക്കെ ചെയ്ത് ലൈവായിട്ട് നമുക്ക് പ്ലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സർവേ നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ വരുന്നതുമായിരിക്കും. ഇവിടെ ആഡ് യുവർ കറൻറ്റ് ക്രോപ്സ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്ത് ക്രോപ്പ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഖദർ ആപ്പ് വീഡിയോയിൽ പ്രോസസ് വീഡിയോയിൽ വ്യക്തമായി ഇതൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വിശദീകരിക്കാത്തത്. ഇവിടെ നമുക്ക് ഹോം പേജിൽ തന്നെ ഫാർമർ പോർട്ടൽ എന്ന് കാണാം. അതിൻ്റെ നേർക്കൊരു പെൻസിൽ മാർക്കും ഉണ്ടാകും. അവിടെ പ്രസ് ചെയ്ത് നിലവിലുള്ള വിവരങ്ങൾ എഡിറ്റ് ചെയ്യുവാനും അതുപോലെ ആദ്യമായിട്ട് വിവരങ്ങൾ കൊടുക്കുന്നവർക്ക് ഇവിടെ കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവിടെ കർഷകൻ്റെ അഡ്രസ്സും അതുപോലെ തന്നെ കൃഷിഭവനും മറ്റ് ഡീറ്റെയിൽസും വാർഡും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നതിനോടൊപ്പം കർഷകൻ്റെ റേഷൻ കാർഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ റേഷൻ കാർഡിലുള്ള അംഗങ്ങളുടെയൊക്കെ പേര് ഇവിടേക്ക് ഫെച്ച് ചെയ്ത് വരികയും അതിൽ നിന്നും കർഷകൻ്റെ പേര് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാകും. ഖദർ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും ഉള്ളത്, അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. ആ വീഡിയോയുടെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.